നമസ്കാരം. കെട്ടിച്ചമച്ച കേരള സ്റ്റോറിയുടെ സ്ഥാനം ചവറ്റുകുട്ടയിലാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യം ഉറക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ കെട്ടിച്ചമച്ച ഒരു പ്രൊപ്പഗാൻഡ ഇവിടെ വേണ്ടെന്ന് ഇപ്പോൾ കോടതിയും പറഞ്ഞിരിക്കുകയാണ്. വളരെയധികം സന്തോഷം തോന്നിയ വാർത്ത തന്നെയാണ്. എന്നാൽ അതിനേക്കാളൊക്കെ സന്തോഷം തോന്നിയ മറ്റു ചില വാർത്തകൾ, അതായത് യഥാർത്ഥ കേരള സ്റ്റോറി കണ്ട് ലോകം തന്നെ കൈയടിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. എം എ യൂസഫ് അലി സാഹിബ്, അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒരുപാട് ഇടപെടൽ നടത്തുന്ന വ്യക്തിയാണ്. മറ്റു പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പരിപാടിക്ക് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചില ഇടപെടലുകൾ ആവശ്യമായി വരാറുണ്ട്. അങ്ങനെ ഇടപെടലുകൾ ആവശ്യമായി വന്നാൽ ആദ്യം മനസ്സിൽ തെളിയുന്ന മുഖം അത് എം എ യൂസഫ് അലി സാഹിബിന്റേതാണ് എന്നാണ് ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ പിണറായി വിജയൻ പ്രസംഗിച്ചത്. അത് പിണറായി വിജയന്റെ മനസ്സിൽ മാത്രമല്ല, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലും, അതുപോലെ തന്നെ ഇനി ഇവിടെ UDF ആണ് ഭരിക്കുന്നതെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി, ആരാണ് ഭരണാധികാരി എങ്കിൽ അവരുടെ മനസ്സിലുമൊക്കെ തെളിഞ്ഞു വരുന്ന മുഖം എം എ യൂസഫ് അലി സാഹിബിന്റേത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഏത് സംസ്ഥാനത്തെ ഭരണാധികാരിയാണെങ്കിലും എം എ യൂസഫ് അലി സാഹിബിനെ അവർ ഓർത്തുപോകും. അത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹം പലപ്പോഴും നടത്താറുണ്ട്, നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഇടപെടൽ പലപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധേയമായ ഒരു ഇടപെടൽ ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. അബുദാബിയുടെ ഭരണാധികാരിയുടെ പ്രത്യേക താല്പര്യാർത്ഥം അബുദാബി ഔക്കാഫിന്റെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ച ഒരു പദ്ധതി, മദർ ഓഫ് ദ നേഷൻ എൻഡോവ്മെന്റ് ഫോർ ഓർഫൻ, ഇത്തരത്തിലൊരു പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എം എ യൂസഫ് അലി സാഹിബ് അതിലേക്ക് 15 കോടി ദിർഹം സംഭാവന ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഓഫർ ചെയ്ത ആ തുക ഇവിടെ അബുദാബിയുടെ ഭരണാധികാരിക്ക് കൈമാറി. ഔക്കാഫിന്റെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കുട്ടികളുടെ കഴിവ് വികസിപ്പിച്ചെടുക്കൽ, അവരുടെ ആരോഗ്യം, അവരുടെ സംരക്ഷണം, അവരുടെ ഭക്ഷണം, അനാഥ കുട്ടികളെ സംരക്ഷിക്കുക, അവരുടെ വിദ്യാഭ്യാസം, ഇത്തരം വിഷയങ്ങളിൽ ആവശ്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപനം അബുദാബി ഗവൺമെന്റ് നടത്തിയത്, അല്ലെങ്കിൽ UAE പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. എം എ യൂസഫ് അലി സാഹിബ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 52 വർഷമായി ഞാൻ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 15 കോടി ദിർഹം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണി 371 കോടി രൂപയാണ്. ഈ 371 കോടി രൂപ അനാഥകളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നൽകിയിരിക്കുകയാണ്. അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ്, ഒരു മലയാളിയാണ്. പക്ഷേ അദ്ദേഹത്തെ പോറ്റിയത് UAE ഗവൺമെന്റ് ആണ്, പ്രത്യേകിച്ച് അബുദാബിയാണ്. അബുദാബി ആസ്ഥാനമായി അദ്ദേഹം 52 വർഷമായി പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെ പോറ്റി വളർത്തിയ ആ നാടിനോടുള്ള കൂറ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ നാട്, അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് അദ്ദേഹം. അതിനുവേണ്ടി 371 കോടി രൂപ കൊടുക്കാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഉണ്ടായില്ല. എന്തായാലും ഇവിടെ ഏത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എടുത്തു നോക്കിയാലും അനാഥകളെയും അഗതികളെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരാളും അക്കാര്യത്തിൽ പുറകോട്ട് പോകാറില്ല. അത്തരം വിഷയങ്ങളിലൊക്കെ എല്ലാവരും മുന്നിൽ തന്നെയാണ്. ക്രൈസ്തവ മതവിഭാഗമാണെങ്കിലും ഹൈന്ദവ വിഭാഗമാണെങ്കിലും ഇനി മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഈ വിഷയത്തിലൊക്കെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു കുട്ടിയുടെ ആരോഗ്യ പ്രശ്നമാണ്, ചികിത്സാ വിഷയമാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് കോടികൾ തന്നെ പിരിച്ചെടുത്ത ചില വാർത്തകളൊക്കെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. എന്നാലും എം എ യൂസഫ് അലി സാഹിബ് നടത്തിയ ഈ ഒരു ഇടപെടലുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിഷയങ്ങൾ കൂടെ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഇവിടെ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഈ 2 വിരലിങ്ങനെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അനാഥകളെ സംരക്ഷിക്കുന്ന ആളുകൾ, അനാഥകൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കാൻ തുകകൾ സംഭാവന ചെയ്യുന്ന ആളുകൾ, അവരെ സ്പോൺസർ ചെയ്യുന്ന ആളുകൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന ആളുകൾ, തീർച്ചയായും അവരും ഞാനും സ്വർഗത്തിൽ ഇതുപോലെ ആയിരിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അതായത് അനാഥകളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ അതിന്റെ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മറ്റു മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ ഒരു മതവിഭാഗവും അക്കാര്യത്തിൽ പുറകിലല്ല. ഏവരും അംഗീകരിക്കുന്ന, ഏവരും
സന്തോഷപൂർവ്വം കാണുന്ന ഒരു വിഷയം എന്ന നിലക്ക് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരാളും ഇക്കാര്യത്തിൽ ഇത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ പറയില്ല. ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഒരു അനാഥ കുട്ടിയുടെ അടുത്ത് വെച്ച്, അനാഥ കുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വന്തം കുട്ടിയെ ആരും താലോലിക്കരുത്, അത്രമാത്രം അനാഥയെ പരിഗണിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അനാഥ കുട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ സ്വന്തം കുട്ടിയെ താലോലിച്ചാൽ, ആ കുട്ടിയെ എടുത്ത് ചുംബിച്ചാൽ അപ്പുറത്ത് മറ്റേ കുട്ടിക്ക് മാനസികമായ ഒരു വിഷമം ഉണ്ടാകും. അത്ര പോലും ഉണ്ടാകാൻ പാടില്ല, അത്തരമൊരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അനാഥകളുടെ ഭക്ഷണം, അനാഥകളുടെ സമ്പത്ത് അത് ആരെങ്കിലും കയ്യേറിയാൽ നരകത്തിലെ തീ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നുകൂടെ പ്രവാചകൻ ഇവിടെ ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അനാഥ സംരക്ഷണം, കുട്ടികളെ സംരക്ഷിക്കുക, കുട്ടികൾക്ക് വേണ്ട ഇടപെടൽ നടത്തുക, ആരോരുമില്ലാത്തവരെ സഹായിക്കുക, ഈ വിഷയത്തിലൊക്കെ ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതപരവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, മറ്റ് മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരികമായി പറയാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഒരേ ഒരു വിഷയം മാത്രം ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഇവിടെ ഏത് വിഭാഗമാണെങ്കിലും ഒറ്റക്കെട്ടായി ഇത്തരം വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കാറുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു ഇടപെടൽ കണ്ട്, യഥാർത്ഥ കേരള സ്റ്റോറി കണ്ട്, എം എ യൂസഫ് അലി സാഹിബ് ഒരു മലയാളിയാണ്, കേരളീയനാണ്. കേരളത്തിൽ ഒരുപാട് ഇടപെടലുകൾ അദ്ദേഹം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇടപെടൽ കണ്ട് ഇപ്പോൾ ലോകം തന്നെ കൈയടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത്ര വലിയ ഒരു ഇടപെടൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. അദ്ദേഹം 52 വർഷമായി അബുദാബിയിലുണ്ട്. അദ്ദേഹത്തെ പോറ്റി വളർത്തിയ ആ നാടിനോടുള്ള കടപ്പാടാണ്, ആ ഭരണാധികാരികളോട് ഐക്യപ്പെടലാണ്. അവർ പറഞ്ഞ അല്ലെങ്കിൽ അവർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയുടെ ഭാഗമായി അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളത് തീർച്ചയായും അത് ലോകത്തിന്റെ കയ്യടിക്ക് കാരണമായിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്നാണ് ഇപ്പോൾ ഏവരും പറയുന്നത്.